ഹായ്, വെൽക്കം ടു ടാസ്ക് ടൈം. ഞാൻ ഇന്ന് എൻ്റെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. പഴമാണേ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ചെറിയ ചെറുപഴമല്ല. നമ്മുടെ നാട്ടിലെ റോബസ്റ്റ പോലത്തെ പഴത്തിൻ്റെ മഞ്ഞ കളറുള്ള പഴമാണ് ഇവിടെ നോർമലി കിട്ടുന്നത്. ആ പഴമാണിത്. അതും അതിൻ്റെ ഒപ്പം കുറച്ച് പീനട്ട് ബട്ടറും കൂടെ ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. നൈറ്റ് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് വന്നാൽ ആകെ ടയേർഡാകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടി തോന്നും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇങ്ങനെ ഈ പഴം എടുത്തിട്ട്, ശരിക്കും പറഞ്ഞാൽ ഏത്തപ്പഴമാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്കിപ്പോൾ ഏത്തപ്പഴം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. ഏത്തപ്പഴമാണെങ്കിൽ വളരെ നല്ലതാണ്, നല്ലതായിട്ട് സ്റ്റൊമക്ക് ഫുള്ളാവുകയും ചെയ്യും. അപ്പോൾ ഈ പഴത്തിൽ ഞാനിപ്പം ഇന്ന് രാവിലെ ജോലി കഴിഞ്ഞ് വന്നതാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരു മടി തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പഴം എടുത്തിട്ട് അതിലിങ്ങനെ പീനട്ട് ബട്ടർ ഇങ്ങനെ തേക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 7-8 ബൈറ്റിനെങ്കിലും കുറഞ്ഞ പക്ഷം കാണും ഈ പഴം. അത്രയും വലുതാണ്. നമ്മുടെ നാട്ടിലെ ചെറുപഴമാണെങ്കിൽ മാക്സിമം പോയാൽ 2 ബൈറ്റ്സ് ഓർ 3 ബൈറ്റ്സ് അങ്ങനെയല്ലേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഇതൊരു 6-7 ബൈറ്റിനുണ്ടാവും അങ്ങനെ ഈ പഴം. അപ്പം ഞാൻ ഓരോ ബൈറ്റ് കഴിയുമ്പോഴും അതിലിങ്ങനെ പീനട്ട് ബട്ടർ തേക്കും. പീനട്ട് ബട്ടർ നല്ല ഹെൽത്തിയാണ്. അതിപ്പം പിള്ളേർക്കാണെങ്കിലും ഹെൽത്തിയാണ്. ഞാൻ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ കുടിക്കും. കട്ടൻ ചായയിൽ ഞാൻ മധുരം ഇടില്ല. എനിക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കട്ടൻ ചായ മധുരമില്ലാതെ ഞാൻ കുടിക്കും. അല്ലാത്ത സമയം മധുരമില്ലാതെ കട്ടൻ ചായ കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അത് ഏത് തരം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും കട്ടൻ ചായ മധുരമില്ലാതെ കുടിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ബൈറ്റ് കഴിയുമ്പോഴും നമ്മളിങ്ങനെ പീനട്ട് ബട്ടർ തേച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഹെൽത്തിയാണ്. സ്റ്റൊമക്ക് ഫുള്ളാവുകയും ചെയ്യും. എന്നുവെച്ചാൽ പീനട്ട് ബട്ടർ നല്ല ഹെവി അല്ലേ. അപ്പോൾ ഹെൽത്തിയുമാണ്. ഹെവി ആയത് കാരണം നമുക്ക് കുറച്ച് നേരത്തേക്ക് വിശക്കുകയുമില്ല. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഒരു കുഞ്ഞ് തരികട ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. തരികട ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും എളുപ്പമാണെങ്കിൽ കൂടെ ഹെൽത്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ സുലഭമായി ഏത്തപ്പഴം കിട്ടും. ഏത്തപ്പഴമാണ് ഏറ്റവും നല്ലത്. ഹെൽത്തിന് വളരെ നല്ലതാണ്. പിള്ളേർക്കും വളരെ ഗുണം ചെയ്യുന്നതാണ്. പിള്ളേർക്കും ഇങ്ങനെ പീനട്ട് ബട്ടർ തേച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടാസ്ക് ടൈം.